പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ഇന്ന് നമ്മൾ കൊമേഴ്ഷ്യൽ ബാങ്കിങ് എന്താണെന്നും അതിൻ്റെ ഫങ്ഷൻസിനെ കുറിച്ചിട്ടാണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. നമ്മൾ അതിൻ്റെ ഡെഫിനിഷനാണ് നോക്കുന്നത്. രണ്ട് സെക്ഷനിലായിട്ട് ബാങ്കിങ് റെഗുലേഷൻ ആക്ട് 1949 ഇത് ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾക്ക് അതൊന്ന് നോക്കാം ആദ്യം. അതിനു മുമ്പ് നിങ്ങൾക്ക് ഞാൻ എന്താണ് ഈ ബാങ്കിങ് റെഗുലേഷൻ ആക്ട് അഥവാ BR ആക്ട്, അതായത് ഇന്ത്യയിലുള്ള എല്ലാ ബാങ്കുകളെയും കൺട്രോൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് 1949 വന്നിട്ടുള്ള ഒരു ആക്ടാണ് ബാങ്കിങ് റെഗുലേഷൻ ആക്ട്. ക്ലിയർ? അപ്പോൾ ഒരു ബാങ്ക് രജിസ്റ്റർ ചെയ്യുന്നതും ഒരു ബാങ്ക് ഫങ്ഷൻ ചെയ്യുന്നതും ഒക്കെ ഈ BR ആക്ടിൽ പറഞ്ഞിട്ടുള്ള ആക്ട് റൂൾസ് അനുസരിച്ചിട്ടാണ്. അപ്പോൾ അത് നിങ്ങളൊന്ന് മനസ്സിൽ വെക്കാം. അപ്പോൾ ആ ആക്ടിലെ സെക്ഷൻ 5C BR ആക്ടിൽ പറയുന്നു, എ ബാങ്കിങ് കമ്പനി ഈസ് എ കമ്പനി. ബാങ്കിങ് കമ്പനി എന്ന് പറഞ്ഞൊരു കമ്പനിയാണ് വിച്ച് ട്രാൻസാക്ട് ദ ബിസിനസ് ഓഫ് ബാങ്കിങ് ഇൻ ഇന്ത്യ. ബാങ്കിങ് ബിസിനസ് ഇന്ത്യയിൽ ചെയ്യുന്ന ഏതൊരു ബാങ്കിങ് കമ്പനിയെയും നമ്മൾക്ക് ബാങ്ക് എന്ന്, കൊമേഴ്ഷ്യൽ ബാങ്ക് എന്ന് വിളിക്കാം. ഫർദർ സെക്ഷൻ 5B പറയുന്നുണ്ട്, ഓഫ് ദ BR ആക്ട് ഡിഫൈൻ ബാങ്കിങ് ആക്ട്സ് ആക്സെപ്റ്റിംഗ് ഫോർ ദ പർപ്പസ് ഓഫ് ലെൻഡിങ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെൻറ്റൻസ് ആണ്. ആക്സെപ്റ്റിംഗ് ഫോർ ദ പർപ്പസ് ഓഫ് ലെൻഡിങ്. നമ്മൾ ബാങ്ക് എന്ത് ചെയ്യുന്നു? ആക്സെപ്റ്റ് ചെയ്യുന്നു ഡെപ്പോസിറ്റ്, ഇൻവെസ്റ്റ്മെന്റ്, എവറിത്തിങ് ഫ്രം ദ പബ്ലിക്. എന്തിനാണ് അത് ആക്സെപ്റ്റ് ചെയ്യുന്നത്? ഫോർ ദ പർപ്പസ് ഓഫ് ലെൻഡിങ്. അവർക്കത് ലെൻഡ് ചെയ്യുന്ന സ്വീകരിച്ച് ഒരു പർട്ടിക്കുലർ കാറ്റഗറിയിൽ നിന്ന് ഡെപ്പോസിറ്റ്, ഇൻവെസ്റ്റ്മെന്റ് സ്വീകരിക്കുന്നു. വേറെ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ തന്നെ ഇതേ എമൗണ്ട് അവർക്ക് എന്ത് ചെയ്യുന്നു? ലോൺ ആയിട്ട് നൽകുകയും ചെയ്യുന്നു. ക്ലിയർ ആയില്ലേ? അപ്പൊ പറയണു ഓർ ഇൻവെസ്റ്റ്മെന്റ് ഓഫ് ഡെപ്പോസിറ്റ് ഓഫ് മണി ഫ്രം ദ പബ്ലിക്. ഇനി പറയുന്നത് റീപേയബിൾ ഓൺ ഡിമാൻഡ്. ഇത് ഈ ഡെപ്പോസിറ്റ് ചെയ്ത ആളുകൾ എപ്പോൾ ഡിമാൻഡ് ചെയ്യുന്നു അപ്പോൾ അത് റീപേയബിൾ ആകണം. അതാണ് റീപേയബിൾ ഓൺ ഡിമാൻഡ് ഓർ അതർവൈസ് ആൻഡ് വിഡ്രോവൽ ബൈ. ഇതവർക്ക് എങ്ങനെ ഈ റീപേയബിൾ ഓൺ ഡിമാൻഡ് എന്ന് പറയുമ്പോൾ ബാങ്ക് അത് റീപേ ചെയ്യണം. അതെങ്ങനെയൊക്കെ റീപേ ചെയ്യാൻ? വിഡ്രോവൽ ബൈ, ചെക്കായിട്ട് വിഡ്രോവൽ ചെയ്യുക, ഡ്രാഫ്റ്റ് ആകാം, ഓർഡർ ആവാം, ഓർ അതർവൈസ്, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും മാർഗം. അത് ATM കാർഡ് ഉപയോഗിച്ചിട്ടോ ഫണ്ട് ട്രാൻസ്ഫറോ RTGS, നെഫ്റ്റ്, അങ്ങനെ ന്യൂ മെത്തേഡ് ഉപയോഗിച്ചാണ് വിഡ്രോ ചെയ്യാം. ഓക്കെ, ഇതാണ് ബാങ്ക്, കൊമേഴ്ഷ്യൽ ബാങ്കിന്റെ ഡെഫിനിഷൻ. സെക്ഷൻ 5B-ലും 5C-ലും പറയുന്നു. ഏറ്റവും കൂടുതൽ 5B ആണ് പരിഗണിക്കുന്നത്. ഇനി നമ്മൾ പറയുന്നത് ഫങ്ഷൻസ് ഓഫ് കൊമേഴ്ഷ്യൽ ബാങ്ക്സ് ആണ്. ഇതൊരു essay ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വലിയൊരു 4-5 വീഡിയോ ആയിട്ടാണ് ഇത് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ഇതിൻ്റെ ഒരു കണ്ടിന്യൂറ്റി നഷ്ടപ്പെടാതെ ക്ലാസ് അറ്റൻഡ് ചെയ്ത് കാണണം. ഇപ്പോൾ ഫങ്ഷൻസ് ഓഫ് കൊമേഴ്ഷ്യൽ ബാങ്ക്സ്. ജനറലി ദ ഫങ്ഷൻസ് ഓഫ് കൊമേഴ്ഷ്യൽ ബാങ്ക്സ് ആർ ക്ലാസിഫൈഡ് ഇൻ ടു കാറ്റഗറീസ്. പ്രധാനമായിട്ടും കൊമേഴ്ഷ്യൽ ബാങ്ക്സിന്റെ ഫംഗ്ഷൻ 2 കാറ്റഗറി ആയിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഒന്ന് പ്രൈമറി ഫംഗ്ഷനും ഒന്ന് സെക്കൻഡറി ഫംഗ്ഷൻസും. അതിൽ പ്രൈമറി ഫംഗ്ഷൻസ് ഓഫ് കൊമേഴ്ഷ്യൽ ബാങ്ക്സിൽ ഇൻക്ലൂഡ്സ് ചെയ്യുന്നത് ആക്സെപ്റ്റിംഗ് ഡെപ്പോസിറ്റ് ആൻഡ് ലെൻഡിങ് ലോൺസ്. ആക്സെപ്റ്റിംഗ് ഡെപ്പോസിറ്റ് പറഞ്ഞാൽ ജനങ്ങളിൽ നിന്ന് ആക്സെപ്റ്റ് ചെയ്യുന്നു, അതേ പണം തന്നെ ലെൻഡ് ചെയ്യുന്നു. അതേ പണം എന്ന് പറയുമ്പോൾ അത് കുറച്ച് റെസ്ട്രിക്ഷൻസ് ഒക്കെ ഉണ്ട്. കിട്ടിയ പണം മൊത്തമായിട്ട് അവർക്ക് ലോൺ കൊടുക്കാനൊന്നും പറ്റില്ല. അത് വരുന്ന ക്ലാസ്സുകളിൽ, ഫർദർ ക്ലാസ്സുകളിൽ ഡിസ്കസ് ചെയ്ത് തരാം. രണ്ടാമതായിട്ട് പറയുന്നത് ദീസ് ഫങ്ഷൻസ് അലോങ് വിത്ത്, ഈ ഫംഗ്ഷൻ കൂടാതെ ക്രെഡിറ്റ് ക്രിയേഷൻ. ഇതൊന്ന് ക്ലിയർ ആയിട്ട് പഠിക്കേണ്ടതാണ്. 5 മാർക്ക് സെക്ഷനിൽ ചോദിക്കാനുള്ള ചോദ്യമാണ്. എന്താണ് ക്രെഡിറ്റ് ക്രിയേഷൻ? ആൻഡ് പ്രൊമോഷൻ ഓഫ് ചെക്ക് സിസ്റ്റം. മൂന്നാമത്തത് ഇൻവെസ്റ്റ്മെന്റ് ഇൻ ഗവൺമെന്റ് സെക്യൂരിറ്റീസ്. ദ ബേസിക് ഫങ്ഷൻസ് ഓഫ് കൊമേഴ്ഷ്യൽ ബാങ്ക്സ്. അപ്പോൾ കൊമേഴ്ഷ്യൽ ബാങ്കിന്റെ പ്രൈമറി ഫംഗ്ഷനിൽ നമ്മൾ 3 ഫങ്ഷൻസ് പഠിച്ചു. ഒന്ന് ആക്സെപ്റ്റിംഗ് ഡെപ്പോസിറ്റ് ആൻഡ് ലെൻഡിങ് ലോൺസ്, രണ്ടാമത് ക്രെഡിറ്റ് ക്രിയേഷൻ, അതുപോലെ തന്നെ പ്രൊമോഷൻ ഓഫ് ചെക്ക് സിസ്റ്റം ആൻഡ് ഇൻവെസ്റ്റ്മെന്റ് ഇൻ ഗവൺമെന്റ് സെക്യൂരിറ്റീസ്. ഡെപ്പോസിറ്റ് കിട്ടി, ലോൺ കൊടുത്തു, ബാക്കി കുറെ പൈസ ഒന്നും ബാങ്കിന്റെ കയ്യിലുണ്ടായിരിക്കും. അതൊക്കെ ബാങ്ക് എന്ത് ചെയ്യുന്നു? വേറെ ഗവൺമെന്റ് സെക്യൂരിറ്റിയിലൊക്കെ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യും. ഇതൊക്കെയാണ് ബാങ്കിന്റെ പ്രൈമറി ഫങ്ഷൻസ്, ഏറ്റവും കൂടുതൽ ചെയ്യുന്ന ഫങ്ഷൻസ്, മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചെയ്യുന്ന ഫങ്ഷൻസ്. ഈ രണ്ടാമത് കാറ്റഗറി പറയുന്ന സെക്കൻഡറി ഫങ്ഷൻ ഓഫ് എ കൊമേഴ്ഷ്യൽ ബാങ്കിൽ ഏജൻസി സർവീസസ്, ജനറൽ യൂട്ടിലിറ്റി സർവീസസ്, ഇന്നോവേറ്റീവ് സർവീസസ്. അങ്ങനെ 3 ഫങ്ഷൻസ് ആണ് സെക്കൻഡറിയിൽ വരുന്നത്. ക്ലിയർ ആയില്ലേ?
പറയാൻ പോകുന്നത് പ്രൈമറി ഫങ്ഷൻസ് ഓഫ് കൊമേഴ്ഷ്യൽ ബാങ്ക്സ് ആണ്. പ്രൈമറി ഫങ്ഷനെ ഫണ്ടമെന്റൽ ഫങ്ഷൻ എന്നും അതുപോലെ തന്നെ പ്രിൻസിപ്പൽ ഫങ്ഷൻസ് എന്ന് പറയുന്നു. അപ്പോൾ പ്രധാനമായിട്ടും ജനങ്ങളെ കയ്യിലുള്ള ഫണ്ട് ബാങ്കിലേക്ക് എത്തിക്കണം അല്ലേ. ഒരുപാട് ആളുകളുടെ കയ്യിൽ ഫണ്ട് ഉണ്ട്, അത് അവർക്ക് എന്ത് ചെയ്യണം, ഒരു സേവിങ്സ് ആയിട്ട് ബാങ്കിലേക്ക് എത്തിക്കണം. അതിനെ ബാങ്ക് എന്ത് ചെയ്യുന്നു, 4 തരത്തിലുള്ള അക്കൗണ്ട് സർവീസുകളാണ് കസ്റ്റമേഴ്സിന് നൽകുന്നത്. ഒന്ന് കറണ്ട് അക്കൗണ്ട്, അതുപോലെ തന്നെ സേവിങ് അക്കൗണ്ട്, ഫിക്സഡ് ഡെപ്പോസിറ്റ് അക്കൗണ്ട് ആൻഡ് റെക്കറിംഗ് ഡെപ്പോസിറ്റ് അക്കൗണ്ട്. ഈ 4 അക്കൗണ്ടുകൾക്ക് നിങ്ങൾ വളരെയധികം പരിചിതരായിരിക്കും. നിങ്ങൾക്ക് വളരെ സുപരിചിതമായ അക്കൗണ്ടുകളാണ് ഈ 4 അപ്പോൾ ഇതിൻ്റെ പ്രത്യേകതകൾ ചോദിക്കണം. പരീക്ഷയ്ക്ക് ഇവിടെ 5 മാർക്കിന് ഈ 4 അക്കൗണ്ടുകളും എക്സ്പ്ലെയിൻ ചെയ്യാൻ ചോദിക്കും. അല്ലെങ്കിൽ ഓരോ അക്കൗണ്ടും ഫസ്റ്റ് സെക്ഷനായ 2 മാർക്കിൽ ചോദിക്കാൻ സാധ്യതയുണ്ട്. അതിൽ ആദ്യം വരുന്നത് കറണ്ട് അക്കൗണ്ട് ആണ്. പരീക്ഷയ്ക്ക് ചോദിക്കാം 2 മാർക്കിന് വാട്ട് യു മീൻ ബൈ കറണ്ട് അക്കൗണ്ട്. അപ്പോൾ നിങ്ങൾ ഇത്രയും എഴുതിയാൽ മതി. കറണ്ട് അക്കൗണ്ട് പ്രധാനമായിട്ട് ഇറ്റ് ഈസ് ജനറലി ഓപ്പൺഡ് ബൈ ട്രേഡിംഗ് ആൻഡ് ഇൻഡസ്ട്രിയൽ കൺസേൺസ്. ഈ അക്കൗണ്ട് പ്രധാനമായിട്ടും ഓപ്പൺ ചെയ്യുന്നത് കച്ചവട സ്ഥാപനങ്ങളും അതുപോലെ തന്നെ ഇൻഡസ്ട്രിയൽ കൺസേൺസുമാണ്. ഇറ്റ് ഈസ് ഓപ്പൺഡ് നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർ സേവിങ്സ്. ഇത് ശരിക്കും എന്തിനാണ് ഓപ്പൺ ചെയ്യുന്നത്, അതിൻ്റെ പലിശ കെട്ടിയിട്ട് അതിലും പ്രോഫിറ്റ് ഉണ്ടാക്കാനോ അല്ലെങ്കിൽ നമ്മുടെ സമ്പാദ്യം സൂക്ഷിക്കാനോ വേണ്ടിയിട്ട് അല്ല. ഇറ്റ് ഈസ് ഫോർ ദ കൺവീനിയൻസ് ഇൻ ദ പേയ്മെൻറ്റ്. അതായത് ഈ ഇൻഡസ്ട്രിയൽ കൺസേൺസിനോ അല്ലെങ്കിൽ ട്രേഡിംഗ് കൺസേൺസിനോ അവർക്ക് എന്ത് ചെയ്യണം, കിട്ടുന്ന വരുമാനം ബാങ്കിലേക്ക് വരാൻ വേണ്ടിയിട്ട് അതുപോലെ തന്നെ അവർക്ക് പേയ്മെൻറ്റ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നത്. ഇൻട്രൊഡക്ഷൻ ഈസ് നെസസറി ടു ഓപ്പൺ ദ അക്കൗണ്ട്. ഇത് ഇൻട്രൊഡക്ഷന്, നമ്മളൊരു അക്കൗണ്ട് ബാങ്കിൽ ഒരു കറണ്ട് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ പോവുകയാണെങ്കിൽ നമ്മളെ വേറൊരാൾ ഇൻട്രൊഡ്യൂസ് ചെയ്യണം ബാങ്കിന്. മേ ബി അയാൾക്ക് അവിടെ ഓൾറെഡി അക്കൗണ്ട് ഉള്ള ആളായിരിക്കാം. പിന്നെ പറയുന്നത് എനി നമ്പർ ഓഫ് ട്രാൻസാക്ഷൻ ഈസ് പെർമിറ്റഡ് ഇൻ ദ അക്കൗണ്ട്. ഈ അക്കൗണ്ടിൽ എത്ര ട്രാൻസാക്ഷൻസും എത്ര ഡെപ്പോസിറ്റ്സും അതുപോലെ തന്നെ വിഡ്രോവൽസും നമുക്ക് ചെയ്യാം, ഒരു തരത്തിലുള്ള നിയന്ത്രണങ്ങളും ഇല്ല. പിന്നെ ചെക്ക് ഫെസിലിറ്റീസ് അവൈലബിൾ ആണ്. പിന്നെ ഇത് കസ്റ്റമർ എപ്പോൾ ഡിമാൻഡ് ചെയ്യുന്നോ അപ്പോഴൊക്കെ ബാങ്ക് എന്ത് ചെയ്യണം, ക്യാഷ് കൊടുക്കണം. പിന്നെ പറയുന്ന മറ്റേറ്റവും വലിയൊരു പ്രത്യേകതയാണ് നോ ഇൻട്രസ്റ്റ് ഈസ് അലൗഡഡ്. ബാക്കി പറഞ്ഞ 3 അക്കൗണ്ടുകൾക്കും ഇൻട്രസ്റ്റ് അലൗഡഡ് ആണ്. പക്ഷേ ഈ അക്കൗണ്ടിന് നമ്മൾ പണം സൂക്ഷിക്കുമ്പോൾ ബാങ്ക് ഒരു തരത്തിലുള്ള ഇൻട്രസ്റ്റ് ഇങ്ങോട്ട് തരില്ല, പകരം അങ്ങോട്ട് ചില ചാർജുകൾ കൊടുക്കേണ്ടി വരും. ഇത്രയേ ഉള്ളൂ കറണ്ട് അക്കൗണ്ട്. അപ്പോൾ കറണ്ട് അക്കൗണ്ട് പരീക്ഷയ്ക്ക് ചോദിച്ചാൽ നല്ല വൃത്തിയോടെ ഇത്രയും പോയിന്റുകൾ എഴുതുക. പിന്നീട് പറയുന്നത് സേവിങ് അക്കൗണ്ട് ആണ്. സേവിങ് അക്കൗണ്ട് ആ പേര് തന്നെ ഉണ്ട്, സേവിങ്സ് അല്ലേ. നമ്മളെ കയ്യിൽ വരുന്ന പണം സൂക്ഷിക്കുവാൻ, അത് സമ്പാദ്യമായിട്ട് ബാങ്കിൽ സൂക്ഷിക്കുവാൻ വേണ്ടി നമ്മൾ ഓപ്പൺ ചെയ്യുന്ന അക്കൗണ്ട് ആണെന്ത്, സേവിങ് അക്കൗണ്ട് എന്ന് പറയുന്നത്. സേവിങ് അക്കൗണ്ട് ആർ ഓപ്പൺഡ് ടു എൻകറേജ് ദ പീപ്പിൾ ടു സേവ് മണി ആൻഡ് കളക്ട് ദെയർ സേവിങ്സ്. അപ്പോൾ ജനങ്ങളെ കയ്യിൽ അദ്ദേഹത്തിൻ്റെ ചിലവ് കഴിഞ്ഞ് മിച്ചം വരുന്ന തുക ബാങ്കിൽ സൂക്ഷിക്കുക. അതിനൊരു പ്രത്യേക പലിശയും ഒരു നിശ്ചിത പലിശയും തരുന്നതാണ്. അപ്പോൾ നമ്മുടെ സമ്പാദ്യശീലം വർദ്ധിപ്പിക്കുവാൻ വേണ്ടി ബാങ്ക് നമ്മൾക്ക് നൽകുന്ന ഒരു സൗകര്യമാണ് സേവിങ് അക്കൗണ്ട്. ദ വെരി നോമിനൽ ഇൻട്രസ്റ്റ് റേറ്റ് ഈസ് അലൗഡഡ്. ഒരു ചെറിയ ഇൻട്രസ്റ്റ് റേറ്റ് നമുക്ക് നൽകും, അത് 1 to 4% ഉള്ളിലായിരിക്കും. ദി സേവിങ് അക്കൗണ്ട് ക്യാൻ ബി ഓപ്പൺഡ് ബൈ സാലറീഡ് പേഴ്സൺ, ചിൽഡ്രൻ, സീനിയർ സിറ്റിസൺ എക്സെട്ര. ആർക്ക് വേണമെങ്കിലും ഈ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാവുന്നത് ആണ്. കറണ്ട് അക്കൗണ്ട് ട്രേഡിംഗ് ആൻഡ് ഇൻഡസ്ട്രിയൽ കൺസേൺസിന് മാത്രമാണ് എന്നത് ഓർക്കുക. മറ്റൊരു പ്രത്യേകത ഈ അക്കൗണ്ടിൻ്റെത്, ഇറ്റ് ഈസ് ജനറലി ഓപ്പൺ ബൈ മിഡിൽ ലോ ഇൻകം ഗ്രൂപ്പ് who save a part of their income for the future needs. ഭാവിയുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി നമ്മൾ എല്ലാ തുകയും, നമുക്ക് സാലറി കിട്ടിയ ഒരു മാസം ഇത്ര ചിലവ് വന്നു, ബാക്കി തുക നമ്മൾ ബാങ്കിൽ നിക്ഷേപിക്കുന്നു നമ്മുടെ ഫ്യൂച്ചർ ആവശ്യങ്ങൾക്ക് വേണ്ടി. പിന്നെ ഇതിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഇൻട്രൊഡക്ഷൻ ഈസ് നെസസറി ആണ് ടു ഓപ്പൺ എ അക്കൗണ്ട് ഇഫ് ചെക്ക് ഫെസിലിറ്റീസ് അലൗഡഡ്. നിങ്ങൾക്ക് ഈ അക്കൗണ്ടിൽ ചെക്ക് ഫെസിലിറ്റീസ് തരണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ഒരു ഇൻട്രൊഡക്ഷൻ വേണമെന്നാണ് പറയുന്നത്. പിന്നെ ദർ ആർ സം റെസ്ട്രിക്ഷൻ ഓൺ ദ നമ്പർ ഓഫ് വിഡ്രോവൽസ്. അപ്പോൾ ഒരു മാസത്തിൽ നമ്മൾക്ക് എത്ര വിഡ്രോവൽസ് വേണം എന്നതിന് നിയന്ത്രണമുണ്ട്. കറണ്ട് അക്കൗണ്ടിന് എന്തില്ലായിരുന്നു, നിയന്ത്രണമില്ലായിരുന്നു. എത്ര വേണമെങ്കിലും നമ്മൾക്ക് എന്ത് ചെയ്യുക, വിഡ്രോവൽ ചെയ്യുക. ഇവിടെ അത് പറ്റില്ല. ഇത് പല ബാങ്കുകൾക്ക് പല വിഡ്രോവൽസ് ആണ്. എനിക്ക് തോന്നുന്നത് 4 വിഡ്രോവൽസ് ആണ് തോന്നുന്നു. പിന്നെ പറയുന്നത് ഈ ബാങ്ക് അക്കൗണ്ടിൽ എപ്പോഴും ഒരു മിനിമം ബാലൻസ് നമ്മൾ കീപ്പ് ചെയ്യണം. ദ മിനിമം ബാലൻസ് ഈസ് റിക്വയർഡ്. ഇറ്റ് മേ വാരി ഫ്രം വൺ ബാങ്ക് ടു അനദർ ബാങ്ക്. അപ്പോൾ പല ബാങ്കുകളിലും പല മിനിമം ബാലൻസ് ആണ്. ചില ബാങ്കുകൾക്ക് മിനിമം ബാലൻസ് വേണ്ടാത്തതും ഉണ്ട്. ഓക്കെ, ഇനി പറയുന്നത് ഫിക്സ്ഡ് ഡെപ്പോസിറ്റ് ആണ്.
ഇപ്പോൾ പറഞ്ഞ രണ്ട് അക്കൗണ്ടുകളുടെ ഏറ്റവും വലിയ പ്രത്യേകത, കറണ്ട് അക്കൗണ്ടും സേവിങ് അക്കൗണ്ട്സിനും ചെക്ക് സിസ്റ്റം ഉണ്ടായിരിക്കും. പക്ഷേ ഫിക്സഡ് ഡെപ്പോസിറ്റിന് ഒരിക്കലും ചെക്ക് ഉണ്ടായില്ല. ഇത് നമ്മൾ ഒരു 5,000 രൂപയോ 10,000 രൂപയോ അതിൻ്റെ മേലോട്ട് എത്ര രൂപയാണെങ്കിലും നമ്മൾക്കൊരു നിശ്ചിത തുക ഒറ്റയടിക്ക് ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യാം. എന്ന് നമ്മൾക്ക് എന്ത് ചെയ്യും, അവരൊരു സ്ലിപ്പ് തരും, ഒരു ഫിക്സഡ് ഡെപ്പോസിറ്റ് സ്ലിപ്പ്. അതിൽ നമ്മളെ എമൗണ്ട് ഉണ്ടായിരിക്കും, നമ്മൾ എത്ര കാലത്തേക്കാണ് ഡെപ്പോസിറ്റ് ചെയ്തതെന്ന് അതിൽ പറയും. അതുപോലെ തന്നെ അതിൽ ഇൻട്രസ്റ്റ് റേറ്റും ഉണ്ടായിരിക്കും. അപ്പോൾ നമ്മുടെ പ്രിൻസിപ്പൽ എമൗണ്ടും ഇൻട്രസ്റ്റും ടോട്ടൽ എമൗണ്ടും ഒരു വർഷം കഴിഞ്ഞാൽ അല്ലെങ്കിൽ 5 വർഷത്തേക്കാണ് ഡെപ്പോസിറ്റ് ചെയ്യുമെങ്കിൽ 5 വർഷത്തിന് 1 ലക്ഷം രൂപ ഇട്ടു. അതിൻ്റെ ഫ്രം ഡേറ്റും എൻഡ് ഡേറ്റും ഉണ്ടായിരിക്കും. എൻഡ് ഡേറ്റ് എന്നല്ല അതിൽ പറയാം, മെച്യൂരിറ്റി ഡേറ്റ് ആണ്, പ്ലസ് ഇൻട്രസ്റ്റ് ഉണ്ടായിരിക്കും. അപ്പോൾ 5 വർഷം കഴിഞ്ഞിട്ട് നമുക്ക് വിഡ്രോവൽ വേണ്ടെങ്കിൽ നമ്മൾക്കത് വീണ്ടും റിന്യൂവേറ്റ് ചെയ്തിട്ട് വീണ്ടും നമ്മൾ കൊണ്ടുപോകാം. ഓക്കെ. അപ്പോൾ 5 വർഷത്തിന് FD ഇട്ട ഒരാൾക്ക് ചിലപ്പോൾ ഒരു വർഷം കഴിയുമ്പോൾ തന്നെ ആവശ്യം വരികയാണെങ്കിൽ അയാൾ പോയിട്ട് എനിക്ക് ക്യാഷ് വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യാഷ് ബാങ്ക് തരണം. അപ്പോൾ നമ്മൾക്ക് എന്തുണ്ടായിരിക്കും, 5 വർഷത്തുള്ള ഇൻട്രസ്റ്റ് ലോസ് നഷ്ടപ്പെടും. അപ്പോൾ എത്ര വരെയാണോ ബാങ്കിൽ സൂക്ഷിച്ചത് അത്ര ഇൻട്രസ്റ്റ് നൽകുകയുള്ളൂ. ഇതാണ് FD ഡെപ്പോസിറ്റിൻ്റെ പ്രത്യേകത. ഇനി നോക്കുക, ഇറ്റ് ഈസ് ജനറലി ഓപ്പൺഡ് ബൈ സ്മാൾ ഇൻവെസ്റ്റേഴ്സ് ഹു ഡു നോട്ട് വാണ്ട് ടു ഇൻവെസ്റ്റ് മണി ഇൻ ദ റിസ്കി ഇൻഡസ്ട്രിയൽ സെക്യൂരിറ്റീസ് ഷെയർ മാർക്കറ്റ് ഷെയർ മാർക്കറ്റ്. ചില സ്മാൾ ഇൻവെസ്റ്റേഴ്സ്, നമ്മൾക്കിപ്പോൾ ഒരു കുറി കിട്ടി അല്ലെങ്കിൽ നമ്മൾ ഒരു കൂട്ടിയ പൈസ ഒരു 2 ലക്ഷം റുപ്യ നമ്മുടെ കയ്യിലുണ്ട്. അപ്പോൾ നമ്മൾക്കത് ഷെയർ മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാറ് എന്താണ്, ലാഭം നഷ്ടം എന്തായാലും ഉണ്ടാവും. FD ഒരിക്കലും നഷ്ടം ഉണ്ടാവില്ല. അവരൊരു 5% വർധനവ് എന്ന് പറയുമെങ്കിൽ ഇത്ര വർഷത്തിന് ശേഷം 5% നമുക്ക് കൃത്യമായിട്ട് തരും. അപ്പോൾ റിസ്ക് എടുക്കാൻ താല്പര്യമില്ലാത്ത ആൾക്ക് ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ FD ഡെപ്പോസിറ്റ് ആണ്. പിന്നെ ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത, നോ ഇൻട്രൊഡക്ഷൻ ഈസ് നെസസറി. ഒരു ഇൻട്രൊഡക്ഷനും ആവശ്യമില്ല ഈ അക്കൗണ്ട് ഓപ്പൺ ആക്കാൻ. നോ മാക്സിമം ലിമിറ്റ് ഫോർ ഇൻവെസ്റ്റിംഗ്. നിങ്ങൾക്ക് എത്ര പൈസ വേണമെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യാം. പിന്നെ പറയുന്നത് മിനിമം പീരീഡ് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് ഈസ് 15 days ആണ്. ഏറ്റവും കുറഞ്ഞത് 15 ആണ്. ഇതിലും തർക്കമുണ്ട്. ചിലർ 10 ദിവസം പറയുന്നുണ്ട്, 7 ദിവസം പറയുന്നുണ്ട്. നമ്മൾക്ക് പറയുന്നത് 15 ദിവസത്തിനാണ്. പിന്നെ പറയുന്നത് വിഡ്രോവൽസ് ഈസ് അലൗഡ് ഓൺലി ആഫ്റ്റർ ദ എക്സ്പയറി ഓഫ് ദ ഫിക്സഡ് പീരീഡ്. നമ്മൾ പറഞ്ഞ ഫിക്സഡ് പീരീഡിന് ശേഷം നമ്മൾക്ക് അതിൻ്റെ വിഡ്രോവൽ ചെയ്യാം. വിഡ്രോവൽ ഈസ് ജനറലി അലൗഡ് ബൈ സറൗണ്ടിങ് ദ FD റെസിപ്റ്റ്. FD റെസിപ്റ്റ് നമുക്ക് തന്ന റെസിപ്റ്റ് നമ്മൾ എന്നാണോ സറണ്ടർ ചെയ്യുന്നത് അത് സറണ്ടർ ചെയ്താൽ മാത്രമേ നമ്മൾക്ക് ക്യാഷ് തരികയുള്ളൂ. ഹയർ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഈസ് ഓഫേർഡ് ഇൻ ദ ഡെപ്പോസിറ്റ്. അപ്പോൾ കറണ്ട് അക്കൗണ്ടിന് നമുക്ക് പലിശ ഇല്ല പറഞ്ഞു, സേവിങ് അക്കൗണ്ടിന് ഞാൻ പറഞ്ഞു 1 മുതൽ 4%. അപ്പോൾ 4% എത്രയ്ക്ക് നമ്മൾക്ക് FDയിൽ പ്രതീക്ഷിക്കാം. ഈ ഡെപ്പോസിറ്റിൽ ഏറ്റവും കൂടുതൽ പലിശയുള്ള ഡെപ്പോസിറ്റാണ് FD ഡെപ്പോസിറ്റ്. ഇപ്പോൾ താരതമ്യേന വളരെ കുറവാണ്. ആദ്യം 12% വരെയുണ്ട്. ഇപ്പോൾ അത് നാഷണലൈസ്ഡ് ബാങ്കിലൊക്കെ വെറും 5% മാത്രമേ ഉള്ളൂ FD ഡെപ്പോസിറ്റിനുള്ള പലിശ നിരക്ക്. ഇനി പറയുന്ന റിക്കറിംഗ് ഡെപ്പോസിറ്റ് ആണ്, അല്ലെങ്കിൽ കുമുലേറ്റീവ് ഡെപ്പോസിറ്റ് അക്കൗണ്ട് ആണ്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഓരോ മാസവും ഒരു നിശ്ചിത തുക നമ്മളെ ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യുന്നു 5 വർഷത്തിന്. ആദ്യം ഇത് പറയുന്നത് 50, അതിൻ്റെ മൾട്ടിപ്ലിക്കേഷൻസ് 50 ആണെങ്കിൽ 250, 500, 1000, 2000, 3000 അങ്ങനെ എത്ര വേണമെങ്കിലും നമ്മൾക്ക് എന്ത് ചെയ്യുക, ബാങ്കിൽ ഓരോ മാസവും നമ്മൾ എന്ത് ചെയ്യുക, ഡെപ്പോസിറ്റ് ചെയ്യുന്നു. അങ്ങനെ 5 വർഷത്തിന് 60 മാസം കഴിയുമ്പോൾ നമുക്ക് അതിൻ്റെ പലിശയും തുകയും തിരിച്ചു കിട്ടും. ഓക്കെ. നിങ്ങൾ RD ഏജന്റുമാരുണ്ട് നമ്മളെ വീട്ടിൽ വന്നിട്ട് പൈസ എഴുതി പോകുന്നവർ. ഓക്കെ, അതാണ് റിക്കറിംഗ് ഡെപ്പോസിറ്റ്. ഇതിനും പലിശ ഏകദേശം ഫിക്സഡ് ഡെപ്പോസിറ്റിൽ കിട്ടുന്നത് പോലെയാണ്. നോക്കുക, ദിസ് അക്കൗണ്ട് ഈസ് മീൻഡ് ഫോർ എ ഫിക്സഡ് ഇൻകം ഗ്രൂപ്പ് ഹു ക്യാൻ ഡെപ്പോസിറ്റ് എ ഫിക്സഡ് സം റെഗുലർലി മീൻസ് മന്ത്ലി, ക്വാർട്ടർലി, ഇയർലി. The amount is paid back along with the interest after a specified period. The higher rate of interest is offered on recurring deposit. Passbook is the means through which the deposit and withdrawals are made. നമുക്കൊരു പാസ്ബുക്ക് തരും. ആ പാസ്ബുക്കിൽ നമ്മളെ ഡെപ്പോസിറ്റും കാണിക്കും, വിഡ്രോവൽസും അതിൽ മെൻഷൻ ചെയ്യും. ഇതിനൊരു ഫിക്സഡ് ഡെപ്പോസിറ്റ് റെസിപ്റ്റ് മറ്റേപോലത്തെ റെസിപ്റ്റ് ഇതിനുണ്ടാവില്ല. ഓക്കെ, ഇത്രയാണ് 4 അക്കൗണ്ടുകൾ. ഈ 4 അക്കൗണ്ടിൻ്റെ പ്രത്യേകതകൾ നിങ്ങൾ നന്നായിട്ട് പഠിക്കുക. ഇതിൽ 2 മാർക്കിനോ അല്ലെങ്കിൽ 5 മാർക്ക് സെക്ഷനോ ഇതിൽ ചോദിക്കാവുന്നത് ആണ്. താങ്ക് യു.